ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. കണ്ടാൽ മാത്രം പോരാ, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എന്താണെന്ന് വെച്ചാൽ രാവിലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു. ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ബെഡ്ഷീറ്റ് മാറ്റും കേട്ടോ. ആഴ്ചയിലാണ് ഞാൻ ബെഡ്ഷീറ്റ് മാറ്റില്ല. അപ്പോൾ ഇന്നിപ്പോൾ മാറ്റേണ്ട ദിവസമാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് പിള്ളേർക്ക് സ്കൂളില്ലാത്ത ദിവസമാണ്. അപ്പോൾ പിള്ളേരും വീട്ടിലുണ്ട്. വലിയ ആളില്ല കേട്ടോ. വലിയ ആൾ വീട്ടിൽ പോയിരുന്നു. വീട്ടിലേക്കല്ല, അവൾക്ക് കരാട്ടയുടെ ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ അതിന് പോയിറക്കുകയാണ്. ചെറിയ ആൾ മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ ഞാൻ 2 റൂമിലും ബെഡ്ഷീറ്റ്, ഇതിപ്പോൾ കുട്ടികളുടെ റൂമാണ്, അവരുടെ റൂമിൽ ബെഡ്ഷീറ്റ്, അത് ഞങ്ങളുടെ റൂമിൽ മാറ്റി. പിന്നെ കുട്ടികളുടെ റൂമിൽ ബെഡ്ഷീറ്റൊക്കെ മാറ്റുകയാണ്. ഇതൊക്കെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ ബെഡ്ഷീറ്റ് കേട്ടോ. നല്ല ബെഡ്ഷീറ്റാണ് ഇത്. പിന്നെ എലാസ്റ്റിക്കൊക്കെ ഉള്ളതാട്ടോ 4 സൈഡ്. അപ്പോൾ പിന്നെ അവിടെ കിടന്നോളും. കുറച്ച് ലൂസുണ്ട്. ഞാൻ സൈസൊക്കെ നോക്കി മേടിച്ചത് തന്നെയാണ്. പക്ഷെ വന്നപ്പോഴും കുറച്ച് ലൂസുണ്ട് സാധനം. അത് കുഴപ്പമില്ല. അപ്പോൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിച്ച് കഴിഞ്ഞിറങ്ങിയപ്പോഴാണ് മറ്റാളവിടെ ടി വി കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ടി വി കാണുന്നതിൻ്റെ ഇടയിൽ ആളിടയ്ക്കൊന്ന് കൊഞ്ചിക്കണം, എന്നാൽ ആൾ ഹാപ്പിയാണ് കേട്ടോ. നമ്മളൊന്ന് മൈൻഡ് ചെയ്ത് പോയോ അപ്പോൾ പിന്നാലെ വരും. അമ്മ എന്താ ഉണ്ടാത്ത്, അമ്മ എന്താ ഒന്നും ചോദിക്കാത്ത, അമ്മ എന്താ ഒന്നും പറയാത്ത പറഞ്ഞിട്ട്. അങ്ങനെ കൊഞ്ചിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം അവളൊപ്പം ഒന്ന് ഇരുന്നു കേട്ടോ. ടി വി കണ്ടിട്ട് അവൾ ഈ കാർട്ടൂണാണ് കാണുക. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പിന്നെ അവിടെ ടി വി കണ്ടിരുന്നാൽ പോരല്ലോ, നമ്മൾ പണി നോക്കണ്ടേ. അപ്പോൾ പിന്നെ തിരുമ്പാനുള്ള ബെഡ്ഷീറ്റൊക്കെ ഞാൻ അവിടെ കൊണ്ടുവച്ചു. അപ്പോഴാണ് ഇവിടെ കുറച്ച് ബോഗൺവില്ല ഉണ്ട് കേട്ടോ. അതിന് വെള്ളം ഒഴിച്ചിട്ടില്ല എന്ന് ഏട്ടൻ വിളിച്ച് പറഞ്ഞു. രാവിലെ എന്ന് കണ്ടാണ് വെള്ളം ഒഴിക്കൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പോയി ഒഴിക്കാമെന്ന്. ഏകദേശം വെയിലായിരുന്നു. ഇത് പകുതി പൂവൊക്കെ ഉണ്ടായി കൊഴിഞ്ഞു തുടങ്ങി കേട്ടോ. ഇനിയിപ്പോൾ രണ്ടാമത് പൂവ് മുട്ടിടുന്നുണ്ട് ഉണ്ടാവാൻ. ഈ സാധനം ഇവിടെ കൊടുന്ന് വെച്ചിട്ട് കുറേ ആയിട്ടോ. താഴെ ഇരുന്നിരുന്നു. താഴെ ഞങ്ങൾക്ക് തീരെ വെയിലില്ല. ഞങ്ങൾ പൂവുണ്ടാവും എന്താ പൂവുണ്ടാവാത്ത വെച്ചിട്ട് ഇങ്ങനെ കാത്തിരുന്നു കുറേ. എവിടെ അത് വെയിൽ കണ്ടേ. അങ്ങനെ പിന്നെ ഞാനത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ഇവിടെ നല്ല വെയിലുമുണ്ട്. പിന്നെ ഏട്ടൻ കുറേ വളങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇട്ടിട്ട് പിന്നെ പെട്ടെന്ന് പൂ വന്നു കേട്ടോ. പല കളറുണ്ട്. എല്ലാതും ഒരു 2 കളർ വെച്ചിട്ടുണ്ട്. മറ്റേ ലാവൻഡർ ഉണ്ട്, ഓറഞ്ച്, വെള്ള, റോസ്, മഞ്ഞ. ഇതിന് കുറേ പേരൊക്കെ ഉണ്ട് കേട്ടോ. പേരൊന്നും എനിക്കറിയില്ല. ഇനി ഞാൻ ഏട്ടനോട് ചോദിച്ചിട്ട് പറയുന്നുണ്ട്. ഞാൻ ഇവിടെ കൊടുന്ന് വെച്ച് വളമൊക്കെ ഇട്ടപ്പോൾ നല്ല ഉഷാറായിട്ട് ഉണ്ടായിട്ടോ. നല്ല പൂക്കളൊക്കെ ഉണ്ടായി. കുറേ കുഴയിൽ തുടങ്ങി. ഇനി രണ്ടാമത് ഉണ്ടായി വരുന്നുണ്ട്. അങ്ങനെ ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ച് വന്നിട്ട് പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഞാൻ വാഷിംഗ് മെഷീനിലിട്ടു. ബാക്കിയുള്ള തുണി ഞാൻ കല്ലിൽ അലക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഈ കുളി കഴിഞ്ഞാൽ പിന്നെ അലക്കണത് വലിയ താല്പര്യമില്ല കേട്ടോ. കല്ലിൽ അലക്കണത്. അപ്പോൾ വാഷിംഗ് മെഷീനിൽ ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഇട്ടപ്പോൾ പിന്നെ ഞാൻ ബാക്കി എന്നാൽ ഇവിടെ കല്ലിൽ അലക്കാമെന്ന് കരുതി. പിന്നെ ഒരുപാട് സമയം പിടിക്കും. പിന്നെ ഒക്കെ നല്ല പുതിയ ഡ്രസ്സുകളാണ്, നല്ല ഡ്രസ്സുകളാണ്. അപ്പോൾ പിന്നെ അത് വാഷിംഗ് മെഷീനിൽ ഇടാൻ പറ്റില്ല. പെട്ടെന്ന് കേട് വരുമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ കല്ലുമ്മേ അലക്കണം എന്തായാലും. അപ്പോൾ ബാക്കിയുള്ള കുറച്ച് തുണിയും കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടെ വേഗം അലക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അലക്കലൊക്കെ കഴിഞ്ഞ് 2-3 പ്രാവശ്യം ഞാൻ നല്ല വെള്ളത്തിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഒലുമ്പി എടുത്തു കേട്ടോ. എന്നിട്ടാണ് പിന്നെ ഞാൻ തുണി തോരടാൻ പോയത്. അങ്ങനെ തുണിയൊക്കെ അത് തോരടാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ തോരടുകയാണ്. അങ്ങനെ തുണികളൊക്കെ തോരട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തുടയ്ക്കാൻ നിന്നു കേട്ടോ. ഈ തുടയ്ക്കൽ ഒരു വലിയൊരു ടാസ്ക്കാണ്. തുടയ്ക്കാൻ പിന്നെയും കുഴപ്പമില്ല. ഈ അടിച്ചു വരാൻ എനിക്ക് തീരെ ഇഷ്ടമല്ല. അങ്ങനെ നമുക്ക് പാകം പറഞ്ഞ് നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ വീഡിയോ ഒക്കെ ചെറുതെടുത്തന്ന് കേട്ടോ. അവളെടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ തുടക്കണതിൻ്റെ ഇടയിൽ അവൾ എഴുതാനൊക്കെ വന്നിട്ടുണ്ട്.
അതിൻ്റെ ഇടയിൽ അവൾ ഡയറി എഴുതുകയാണ്. അപ്പോൾ ഒക്കെ ഒറ്റയ്ക്ക് സ്വന്തമായിട്ട് എഴുതും. നമ്മൾ ഇടയ്ക്കൊന്ന് നോക്കിയിട്ടൊന്ന് തിരുത്തി കൊടുത്താൽ മതി. ബാക്കിയൊക്കെ അവൾ സ്വന്തമായിട്ട് ചെയ്തോളും. അക്ഷരത്തെറ്റൊക്കെ ഉണ്ടാവും. ഈ വള്ളിയും പുള്ളിയൊന്നും ചിലപ്പോൾ എല്ലായിടത്തും ഇട്ടിട്ടുണ്ടാവില്ല. ചിലപ്പോൾ വേണ്ടിടത്ത് ഇട്ടിട്ടുണ്ടാവില്ല, വേണ്ടാത്തടത്ത് ഇട്ടിട്ടുണ്ടാവും. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ തുടയ്ക്കാൻ പോയി. തുടയൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് ചെരുപ്പ് ഉണ്ടായിരുന്നു, അത് കഴുകി വയ്ക്കാമെന്ന് വിചാരിച്ചു. പൂരത്തിനൊക്കെ പോയി വന്നിട്ടേ പിന്നെ ആകെ പൊടിയും മണ്ണൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഇടാൻ നേരത്താവും ചെരുപ്പ് നോക്കുക. അപ്പോൾ അതാകെ മണ്ണും ചളിയാവും. പിന്നെ പോകാൻ നേരത്ത് അത് കഴുകാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്നാൽ ഞാൻ വിചാരിച്ചൊന്ന് വേഗമായിട്ട് കഴുകി വെച്ചാൽ പിന്നെ പോകുമ്പോൾ കുഴപ്പമില്ലല്ലോ, അവിടിട്ട് പോയാൽ മതി. എല്ലാവരുടെ ചെരുപ്പും ഉണ്ട് കേട്ടോ, എല്ലാവരുടെ ചെരുപ്പും കഴുകിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ചെരുപ്പൊക്കെ കഴുകി എല്ലാം സെറ്റായിട്ട് പിന്നെ അവിടെയൊക്കെ ഒന്നായിട്ട് കഴുകിയിട്ടു. പിന്നെ ചെരുപ്പുമില്ല പൊടി മണ്ണൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതൊക്കെ വേഗം അവിടെ കഴുകി. ഏതായാലും അവിടെ കഴുകിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അതും കൂടെ അവിടെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ ആ പാത്രമൊക്കെ കഴുകിട്ടോ. പാത്രത്തിൽ ചെരുപ്പൊക്കെ ഇട്ട് കഴുകിയതല്ലേ. അപ്പോൾ പിന്നെ ഞാൻ ആ പാത്രം അവിടെ കഴുകി വെച്ചു. പാത്രം കഴുകാൻ ഉപയോഗിക്കണതല്ലേ. അപ്പോൾ പിന്നെ ഞാനത് സോപ്പിട്ട് കഴുകി വെച്ചു. പിന്നെ ഞാൻ അധികം വീഡിയോസ് ഒന്നും എടുത്തില്ല. പിന്നെ ഞാൻ വന്നിട്ട് കൈയും കാലൊക്കെ കഴുകി വന്നിട്ട് പിന്നെ ഞാൻ ചോറുണ്ണാൻ നോക്കുകയാണ്. ചോറുണ്ണാൻ നോക്കുമ്പോൾ അപ്പം ഇന്ന് മീനൊന്നുമില്ല. അപ്പം ഇന്നൊരു ഓംപ്ലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുട്ടികൾക്ക് ഞാൻ ഉള്ളിയും മുളകും ഒന്നും ഇടാതായിട്ട് ഉണ്ടാക്കണത്. ഇതിപ്പോൾ ഞങ്ങൾക്ക് കഴിക്കാനാണ്. അപ്പോൾ ഇനി കുട്ടികൾക്ക് കഴിക്കാൻ ഈ ഉള്ളിയും മുളകൊന്നും ഇല്ലാതെ ഉണ്ടാക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം കേട്ടോ. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ കണ്ടാൽ മാത്രം പോരാ, എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.